ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, അഥവാ WBC. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 വിധത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഗ്രാനുലോസൈറ്റ് എന്നും അതുപോലെ തന്നെ എഗ്രാനുലോസൈറ്റ് എന്നും. ഗ്രാനുലോസൈറ്റ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസ്നോഫിൽ, ഇതൊക്കെയാണ് ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത്. എഗ്രാനുലോസൈറ്റ് ആണ് മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ്. WBC ഓർ ദ ലൂക്കോസൈറ്റ്, അതായത് WBCയുടെ മറ്റൊരു പേരാണ് ലൂക്കോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ WBC ഓർ ദ ലൂക്കോസൈറ്റ് ആർ ദ ബോഡി സോൾജേഴ്സ് ദാറ്റ് പ്രൊവൈഡ് ഡിഫൈൻ ആൻഡ് ഇമ്മ്യൂണിറ്റി ഫ്രം ദ ഇൻവാഡിങ് ഓർഗാനിസം. അതായത് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നത് ആരാണ്? അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ ആ മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ സോൾജേഴ്സായിട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ WBC ആണ്. ദേ ഡിഫറൻറ്റ് ഫ്രം RBC ഇൻ ദാറ്റ് ദേ പോസസ് ന്യൂക്ലി ആൻഡ് ഡു നോട്ട് കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. അത് RBCയിൽ നിന്ന്, അതായത് WBC RBCയിൽ നിന്ന് എങ്ങനെയാണ് വിട്ടു നിൽക്കുന്നത്? അതിൻ്റെ ഡിഫറൻസ് എന്താണ്? അതായത് RBCക്ക് എന്തുള്ള ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ തന്നെ RBCക്ക് എന്ത് പ്രസൻ്റാണ്? ഹീമോഗ്ലോബിൻ പ്രസൻ്റാണ്. പക്ഷേ WBCയുടെ കാര്യത്തിൽ എന്താണ്? അതിന് ന്യൂക്ലിയസ് പ്രസൻ്റാണ്, പക്ഷേ ഹീമോഗ്ലോബിൻ ആബ്സെൻ്റ് ആണ്. They are present in the blood not because they have an respiratory or transportatory function, but because they can reach the tissue easily through the blood and perform their function. അപ്പോൾ WBCൻ്റെ ഫങ്ഷൻ എന്താണ്? WBC നമ്മുടെ റെസ്പിറേറ്ററി ഫങ്ഷനിലോ അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരു പങ്കും വഹിക്കുന്നില്ല. അപ്പോൾ WBCൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഡിഫൻസ് ഫങ്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നത് ആരാണ്? WBC ആണ്. അപ്പോൾ അടുത്തത് ടൈപ്പ് ഓഫ് ലൂക്കോസൈറ്റ് അഥവാ ടൈപ്പ് ഓഫ് WBC ഏതൊക്കെയാണ്? ഗ്രാനുലോസൈറ്റും അതുപോലെ തന്നെ ഗ്രാനുലോസൈറ്റും. അതായത് WBCനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഗ്രാനുലോസൈറ്റ്. അടുത്തതാണ് WBCൻ്റെ കൗണ്ട്. എത്രയാണ് നോർമൽ WBCൻ്റെ കൗണ്ട് എത്രയാണ്? അഡൾട്ടിലാണെങ്കിൽ അത് 4000 to 11,000 ക്യൂബിക് മില്ലിമീറ്റർ ക്യൂബാണ്. അതായത് ഏകദേശം 4000 തൊട്ട് 11,000 ക്യൂബിക് മില്ലിമീറ്റർ ക്യൂബിലാണ് സെൽസ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോർ അറ്റ് ബർത്ത്. കുട്ടികളിലാണെങ്കിൽ എന്താണ്? WBCൻ്റെ കൗണ്ട് അഡൾട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അടുത്തത് ഡിഫറൻറ്റ് കൗണ്ട്, അതായത് നിങ്ങൾ DC കൗണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഡിഫറൻറ്റ് കൗണ്ട്. ഇത് DC മീൻസ് ദ റിലേറ്റീവ് നമ്പർ ഓഫ് ദ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ്. ഇത് 100 WBC സെൽസ് ആർ കൗണ്ടഡ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സെൽ ഈസ് ഡിറ്റർമൈനഡ്. അതായത് നമ്മുടെ 100% WBC കൗണ്ട് എടുത്തില്ല, അല്ലെങ്കിൽ WBC ഒരു ബ്ലഡ് എടുത്തിൽ ഒരു WBCനെ 100%ലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റിയാൽ എത്രയായിരിക്കും ഓരോരോ സെൽസ് ഇല്ലെന്നാണ് ഡിഫറൻസ് കൗണ്ടിൽ പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും? ന്യൂട്രോഫിൽസ് എത്രയാണ് വരുന്നത്? 50 to 70%. ഈസ്നോഫിൽസ് എത്രയാണ്? 1 to 4%. ബേസോഫിൽ എത്രയാണ്? 0 to 1%. ലിംഫോസൈറ്റ് എത്രയാണ്? 20 to 40%. മോണോസൈറ്റ് എത്രയാണ്? 2 to 8%. അടുത്തത് WBCൻ്റെ നേരത്തെ പറഞ്ഞത് അതായത് ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. ഗ്രാനുലോസൈറ്റ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസ്നോഫിലും. ഗ്രാനുലോസൈറ്റ്, ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ് ആണ് ഗ്രാനുലോസൈറ്റ്. ഗ്രാനുലോസൈറ്റ് എത്ര വിധത്തിലാണുള്ളത്? 2 വിധത്തിലാണ്. നേരത്തെ പറഞ്ഞു ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഈ ലിംഫോസൈറ്റിനെ തന്നെ രണ്ടെണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും. മോണോസൈറ്റിനെ മാക്രോഫേജും ഡെൻഡ്രിക് സെൽസുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിഫറൻറ്റ് ടൈപ്പ് ആൻഡ് സബ് ഡിവിഷൻ ഓഫ് ദ WBC. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസ്നോഫിൽ, മോണോസൈറ്റ്, T സെൽസ്, B സെൽസ്, നാച്ചുറൽ കില്ലർ സെൽസ്, മാക്രോഫേജസ്. അടുത്തത് എന്താണ് ലുക്കീമിയ എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് ലുക്കീമിയ? ലുക്കീമിയ ഈസ് ദ കണ്ടീഷൻ which the characterized by the abnormal and uncontrolled increase of WBC count more than 10,000 millimeter cube. ഇറ്റ് ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ. അതായത് നമ്മുടെ ശരീരത്തിൽ WBCൻ്റെ കൗണ്ട് ക്രമാതീതമായി കൂടുന്ന കണ്ടീഷനെ എന്താണ് പറയുന്നത്? ലുക്കീമിയ എന്ന് പറയുന്നത്. ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ. അടുത്തത് ആണ് ഡിഫറൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഓരോരോ WBCൻ്റെയും ഫങ്ഷൻസ്.
അടുത്തതാണ് WBCൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ സെൽസിനും നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5ഓളം WBC സെൽസ് ഉണ്ട്. ഈ ഓരോരോ സെൽസിനും എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഫങ്ഷനാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? ന്യൂട്രോഫിൽസ്. അപ്പോൾ ന്യൂട്രോഫിൽ കൺസിസ്റ്റ് അബൌട്ട് 50-70% ഓഫ് ദ ടോട്ടൽ WBC. അതായത് ടോട്ടൽ WBC കൗണ്ട് എടുത്ത് നോക്കിയാൽ അതിൽ ഏകദേശം 50-70% എന്തായിരിക്കും? ന്യൂട്രോഫിൽസ് ആയിരിക്കും. ദേ ഹാവ് ദ ഡയമീറ്റർ ഓഫ് 10-12 മൈക്രോമീറ്റർ ആൻഡ് മൾട്ടി ലോബഡ് ന്യൂക്ലിയസ് വിച്ച് സ്ട്രെയിൻ പർപ്പിൾഷ് ബ്ലൂ. ഫങ്ഷൻ എന്തായിരിക്കും? നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ WBCൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷന്. ഒരു നമ്മുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഒരു മൈക്രോ ഓർഗാനിസം കയറിയാൽ അതിനെതിരെ ആരായിരിക്കും ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മുടെ WBCയിൽ ന്യൂട്രോഫിലായിരിക്കും. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. ന്യൂട്രോഫിൽസ് ആർ ആക്റ്റീവ്ലി ഫാഗോസൈറ്റിക് ആക്ഷൻ. എന്താണ് ഈ ഫാഗോസൈറ്റോസ് അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് ആക്ഷൻ എന്ന് പറയുന്നത്? ബാക്ടീരിയസിനോ വൈറസിനോ എൻഗൾഫ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റിക് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ വിളിക്കുന്നത്. അടുത്തതാണ് ഈസ്നോഫിൽസ് എന്ന് പറയുന്നത്. ഈസ്നോഫിൽസ് ഫോം എബൌട്ട് 1-4% ഓഫ് ടോട്ടൽ WBC. അതായത് നമ്മുടെ WBC എടുത്താൽ അതിൽ ഏകദേശം 1-4% എന്താണ്? ഈസ്നോഫിൽസ് ആണ്. ദേ ആർ സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ ന്യൂട്രോഫിൽസ്. അത് ന്യൂട്രോഫിൽസിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? അതിൻ്റെ സൈസ് ലാർജറാണ്. വിത്ത് ദ ഡയമീറ്റർ ഓഫ് 10-14 മൈക്രോമീറ്റർ. ഇത് ന്യൂക്ലിയസ് ഈസ് ബൈലോബ്ഡ്. ന്യൂക്ലിയസ് എന്തായിരിക്കും? ബൈലോബ്ഡ് ആയിരിക്കും. അടുത്തത് ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ലോക്കൽ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്. അതൊന്നാമത്തെ ഫങ്ഷൻ. അതായത് നമ്മുടെ ഇൻഫ്ലമേറ്ററി ഒരു ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? ഈസ്നോഫിൽസിൻ്റെ അളവ് കൂടുതലായിരിക്കും. എന്തിനാണ് ഈസ്നോഫിൽസിൻ്റെ അളവ് കൂടുന്നത്? ഈ ഇൻഫ്ലമേഷൻ സ്പ്രെഡ് ആവുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്. ഹാവ് ദ റോൾ ഇൻ ദ അലർജിക് ഇൻഫ്ലമേഷൻ. അതുപോലെ തന്നെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അലർജിക് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? ഈസ്നോഫിൽസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അടുത്തതാണ് ബേസോഫിൽസ് എന്ന് പറയുന്നത്. ബേസോഫിൽസ് ആർ ദ റയറസ്റ്റ് ലുക്കോസൈറ്റ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ റയറസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന WBC സെൽ ഏതാണ്? അത് ബേസോഫിൽസ് ആണ്. വിച്ച് കണ്ടെയ്ൻ ഓൺലി 0-1% ഓഫ് ടോട്ടൽ WBC. നമ്മുടെ ടോട്ടൽ WBC കൗണ്ട് എടുത്താൽ ഏകദേശം 1% മാത്രമേ ബേസോഫിൽസ് കാണുന്നുള്ളൂ. ദേ ഹാവ് ദ ഡയമീറ്റർ ഓഫ് 10-12 മൈക്രോൺ. ന്യൂക്ലിയസ് ഈസ് ഇറഗുലാർ ഷേപ്പ്. ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഇറഗുലാർ ആയിരിക്കും. ഇതിന് ഫംഗ്ഷൻ എന്താണ്? ബേസ്നോഫിൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ അലർജിക് റിയാക്ഷൻ. ഈസ്നോഫിൽസിൻ്റെ അതേ ഫംഗ്ഷൻ തന്നെയാണ് ബേസ്നോഫിൽസിനുള്ളത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അലർജിക് കണ്ടീഷൻ കൂടുകയാണെങ്കിൽ ബേസോഫിൽസിൻ്റെ സെൽസിൻ്റെ അളവും നമ്മുടെ ശരീരത്തിൽ കൂടും. അടുത്തതാണ് മോണോസൈറ്റ്. മോണോസൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് എൻ ഗ്രാനുലോസൈറ്റ്. അതായത് നമ്മുടെ WBCയിലെ ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ ഗ്രാനുലോസൈറ്റിലാണ് എന്ത് വരുന്നത്? മോണോസൈറ്റും ലിംഫോസൈറ്റും വരുന്നത്. അപ്പോൾ മോണോസൈറ്റ് എന്താണ്? മോണോസൈറ്റ് കണ്ടെയ്ൻ എബൌട്ട് 2-8% ഓഫ് ടോട്ടൽ WBC. ദേ ആർ ദ ലാർജസ്റ്റ് WBC വിത്ത് ദ ഡയമീറ്റർ ഓഫ് 10-12-20 മൈക്രോൺ. അതായത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ WBC ഏതാണ്? അത് മോണോസൈറ്റാണ്. ന്യൂക്ലിയസ് ഈസ് കിഡ്നി ഷേപ്പ്ഡ്. അതിൻ്റെ ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? കിഡ്നിയുടെ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. അടുത്തത് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മോണോസൈറ്റ് ഫോം ദ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതായത് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഏതാണ്? ന്യൂട്രോഫിൽ. അടുത്തതാണ് എ ഗ്രൂപ്പ് ഓഫ് ലിംഫോസൈറ്റ് ഫോംഡ് ഫ്രം ദ ബോൺ മാരോ ഗോ ടു തൈമസ് ഫോർ മെച്ചുറേഷൻ ഇൻ ടു T ലിംഫോസൈറ്റ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും ഉണ്ട്. അപ്പോൾ T ലിംഫോസൈറ്റ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബോൺ മാരോയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ഉണ്ട്. ഈ തൈമസ് ഗ്ലാൻഡിൽ പോയിട്ട് എന്ത് ആവുന്നു? ഇത് മെച്ചുർ ചെയ്യുന്നു. ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ T ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. അനദർ മെച്ചുർ ഇൻ ദ ബോൺ മാരോ ഇറ്റ് ഈസ് ഫോംഡ് B ലിംഫോസൈറ്റ്. അപ്പോൾ കുറച്ച് ശതമാനം ലിംഫോസൈറ്റ് നമ്മുടെ ബോൺ മാരോ ഒന്ന് തന്നെ ഒറിജിൻ ചെയ്യും, മെച്ചുർ ചെയ്യുന്നു. അതിനെന്ത് വിളിക്കുന്നു? B ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നു. അടുത്തത് ഫങ്ഷൻ എന്താണ്? ദ T ലിംഫോസൈറ്റ് ഡിസ്ട്രോയ് ദ വൈറസ് ആൻഡ് സം ബാക്ടീരിയ ആൻഡ് പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ T സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ ബാക്ടീരിയസിനും വൈറസിനെയും സെൽസിലേക്ക് എത്തുന്ന ബാക്ടീരിയസിനും വൈറസിനും എന്താക്കുന്നു? കിൽ ചെയ്യുന്നു. B ലിംഫോസൈറ്റ് അല്ലെങ്കിൽ B സെൽസ് ഓർ അതർ
and differentiate divided and plasma cell secrete certain chemical is called immunoglobulin. അതായത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ സഹായിക്കുന്നു? ബി ലിംഫോസൈറ്റ് സഹായിക്കുന്നു. മോണോസൈറ്റ് ഫോം ദ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ദ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയ എത്തിയാൽ അതിനെതിരെ ആദ്യം പ്രതിരോധിക്കുന്നത് ആരായിരിക്കും? ന്യൂട്രോഫിൽസ് ആണ്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ് മെക്കാനിസം ഏതാണ്? രണ്ടാമത് പ്രവർത്തിക്കുന്നത് ആരാണ് ഈ ബാക്ടീരിയക്കെതിരെ? അത് മോണോസൈറ്റ് ആണ്. They can lyse the tumor and cells, thus they help to prevent malignancy. നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സെൽസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? മോണോസൈറ്റ് സഹായിക്കുന്നു. They help in the development of cell mediated immunity. അതായത് സെൽസിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് ആര് സഹായിക്കുന്നു? നമ്മുടെ WBC സഹായിക്കുന്നു. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് ആര് സഹായിക്കുന്നു വെച്ചാൽ നമ്മുടെ മോണോസൈറ്റ് സഹായിക്കുന്നു. അപ്പോൾ ഒറ്റ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലാർജസ്റ്റ് WBC ഏതാണ്? ലാർജസ്റ്റ് ലൂക്കോസൈറ്റ് ഏതാണ്? അത് മോണോസൈറ്റ് ആണ്. ദേ ഹെൽപ്പ് ഇൻ ദ വൂണ്ട് ഹീലിംഗ് ആൻഡ് ടിഷ്യൂ റീമോഡലിംഗ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ വൂണ്ട് ഹീലിങ്ങിനും അതുപോലെ തന്നെ ടിഷ്യൂ റീമോഡലിങ്ങിനും നമ്മുടെ മോണോസൈറ്റ് സഹായിക്കുന്നു. അടുത്തതാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ലിംഫോസൈറ്റ്? ദേ കണ്ടെയ്ൻ 20-40% ഓഫ് ടോട്ടൽ WBC. ടോട്ടൽ WBCയിൽ ഏകദേശം 20-40% എന്തായിരിക്കും? നമ്മുടെ ലിംഫോസൈറ്റ് ആണ്. അഡൾട്ട് ബട്ട് ഇൻ ദ ഇൻഫൻറ്റ് ദേ ആർ നമ്പർ ഈസ് മോർ ദാൻ ദാറ്റ് ന്യൂട്രോഫിൽസ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ, അതായത് ഇൻഫൻസിൽ എങ്ങനെയായിരിക്കും? ന്യൂട്രോഫിൽസിൻ്റെ ആ കൗണ്ടിനെക്കാട്ടും കൂടുതലായിരിക്കും ലിംഫോസൈറ്റിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. സ്ട്രക്ചറലി ദേ ആർ 2 ടൈപ്പ്, ലാർജ് ആൻഡ് സ്മോൾ. അതായത് അത് 2 ടൈപ്പിലുണ്ട്. സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ അത് 2 ടൈപ്പിലുണ്ട്. ഏത്? ലാർജ് ലിംഫോസൈറ്റും അതുപോലെ തന്നെ സ്മോൾ ലിംഫോസൈറ്റും. എബൌട്ട് 80% ഓഫ് സർക്കുലേറ്റിംഗ് ലിംഫോസൈറ്റ് ആർ സ്മോൾ ലിംഫോസൈറ്റ്. സർക്കുലേറ്റ് ചെയ്യുന്ന ലിംഫോസൈറ്റിന് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 80% എന്തായിരിക്കും? സ്മോൾ ലിംഫോസൈറ്റ് ആയിരിക്കും.